ഇതിനകത്തെ കൂടെ കാണുമ്പോ ബോംബോ. ഓക്കെ, അതെ, ഒരു ബോംബ് ഉണ്ടാക്കിയ കഥ, ഒരു ചപ്പാത്തി ഉണ്ടാക്കിയ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമുക്കിന്ന് പനീറും പാലക്കും വെച്ചിട്ടുള്ളൊരു ചപ്പാത്തി ഉണ്ടാക്കിയാലെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ ടീം തിരിച്ചു. മിസ്റ്റർ ഹസ്ബൻഡ് കറിയുടെ കാര്യങ്ങളെല്ലാം നോക്കും, ഞാൻ ചപ്പാത്തിയുടെ കാര്യങ്ങളെല്ലാം നോക്കും. അങ്ങനെ ഞാൻ പനീറും പച്ച ചീരയും കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഈ ഒരു പരുവാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. ഈ ഒരു മിക്സിലേക്കാണ് ഇനി നമുക്ക് ആശീർവാദ് ആട്ടപ്പൊടി ഇടേണ്ടത്. പനീർ ഇടുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രോട്ടീനുമാണ്, പിന്നെ നല്ലൊരു മയം കിട്ടും ചപ്പാത്തിക്ക്. പിന്നെ ചീരയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ചപ്പാത്തി മാവ് അവിടെ റെസ്റ്റ് ആവുന്ന സമയം കൊണ്ട് ഞങ്ങൾ ആ കിച്ചൺ അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുത്തു. അത് പിന്നെ ചപ്പാത്തി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു യുദ്ധം കഴിഞ്ഞ പോലെ ആയിരിക്കും പിന്നെ കിച്ചൺ ഉണ്ടാവും. ഒരു പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. പിന്നെ മിസ്റ്റർ ഹസ്ബൻഡ് നല്ല സുന്ദരമായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം അതിനകത്തിലേക്ക് ഇടുക. പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ അരിഞ്ഞ സാധനം ഞാൻ തന്നെ ഉണ്ടായിക്കോളാന്ന്. ഓക്കെ, ഞാനപ്പം അടുത്ത് നിന്ന് എന്തെന്നില്ലാത്ത കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് മാറുന്നുണ്ട്. ഈ ഉള്ളിയുടെ എന്തെങ്കിലും ശത്രുത ഉണ്ട്, എന്തിനാണാവോ അതിനെ ഇങ്ങനെ ഇടിച്ച് കൊല്ലുന്നത്. ഇനി നമ്മൾ തക്കാളിയും കൂടി ഇതിനകത്തിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ഗ്രീൻ പീസും കുറച്ച് കോളിഫ്ലവർ ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കറി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതാണ് ചപ്പാത്തി വരുത്തുക. ആ മാവ് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പുള്ളിക്ക് പണ്ട് ബോംബും എല്ലാം ഉണ്ടാക്കി വല്ല ശീലമുണ്ടോ? അതുപോലെയായിരുന്നു ചപ്പാത്തിയുടെ ഉരുളകൾ കണ്ടാൽ. അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടായിരുന്നു. പാനിൽ ഇത് കിടക്കുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പേടി. വലിയ ഉരുളയാകുമ്പം അധികം എണ്ണം കാണത്തില്ലല്ലോ, അപ്പോൾ അത്ര നേരം നിന്നുണ്ടാക്കിയാൽ മതി എന്നായിരുന്നു പുള്ളിയുടെ ന്യായം. ഞാൻ ഉരുട്ടിയ ഉരുള കൊണ്ടുള്ള ചപ്പാത്തി ഇതും വിശാഖ് ഉരുട്ടിയ ചപ്പാത്തി ഇതുമാണ്. ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലേ. പക്ഷേ പുള്ളി ഉരുട്ടിയ ചപ്പാത്തിയാണ് കേട്ടോ നല്ലതായിട്ട് പൊങ്ങി നല്ല ഭയങ്കര അടിപൊളി നല്ല സോഫ്റ്റായിട്ട് വന്നത്. അതുകൊണ്ട് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അതിൻ്റെ സൈഡായിട്ട് നമ്മളൊരു ചായയും പെട്ടെന്ന് തട്ടിക്കൊട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞൊടിയിടയിൽ നമുക്ക് എല്ലാ വിഭവങ്ങളും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് വലിയ പാടൊന്നും ഇല്ല ഉണ്ടാക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ എന്താ, ഇതൊക്കെ കഴിച്ച് തീർക്കാം. നമുക്കിത് ഏകദേശം ഒരു 3 ദിവസത്തേക്കുണ്ട് ഈ ചപ്പാത്തി. നമുക്ക് ടോട്ടൽ 12 ചപ്പാത്തിയാണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ 3 ദിവസത്തേക്ക് ഇത് തന്നെയായിരിക്കും നമ്മുടെ ഡിന്നർ.